ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്ട്രോവേർട്ട് മെല്ലു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് എൻ്റെ വീടിൻ്റെ വെഞ്ചിരിപ്പാണ്. അപ്പോൾ ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ December 28. നിങ്ങളിലേക്ക് എന്ന് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. December 28 ഈ ഡേ ഭയങ്കര സ്പെഷ്യലാണ്. സ്പെഷ്യൽ ആവാനുള്ള കാരണം ഒന്ന് വെഞ്ചിരിപ്പ്, സെക്കൻഡ് തിങ് 2018 December 28 ഞാൻ ആദ്യമായിട്ട് കാനഡയ്ക്ക് വന്നത്. കാനഡയിൽ ഒന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസം ഒന്നാണ്. അപ്പോൾ ആ ദിവസം തന്നെ 6 years later നമുക്ക് ആ ദിവസം തന്നെ ഒരു വെഞ്ചിരിപ്പ് വയ്ക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കണം. ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് എന്താ ഇവൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഞാനൊന്ന് മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. 6 കൊല്ലം മുന്നേ കാനഡയിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്ത് വന്ന മിഥുൻ, ഡോൺ, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും. പിന്നെ ആദ്യമായിട്ട് തന്നെ കാനഡയിൽ വന്നപ്പോൾ എൻ്റെ കൈ തന്നത് ആദ്യമായിട്ട് വെൽക്കം ടു കാനഡ എന്ന് പറഞ്ഞത് ബൈജു ആണ്. അവിടെ ബൈജു, അവൻ മിസ് യു മാൻ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ കുറേ പേര് താങ്ക് യു സോ മച്ച്. ലൈഫിലോട്ട് വന്നതിൽ എന്നെ ഹെൽപ്പ് ചെയ്തതിൽ ഒരുപാട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവന്മാരുടെ അടുത്തൊന്നും. ഇവരൊക്കെ നമ്മുടെ ദോസ്തുകളാണ്, അബി ചങ്കുകളാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നന്ദി പറയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാവും. അവർക്ക് സങ്കടമാവും. പേഴ്സണലി എനിക്ക് അങ്ങനെ നന്ദി പറയേണ്ട ഒരു കണക്ഷൻ അല്ല ഞങ്ങൾ ആരും തമ്മിൽ ആക്ച്വലി. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനൊന്ന് മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു. മുടി വെട്ടിക്കാറായിട്ടൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടിരിക്കണേ. പക്ഷെ ഒന്ന് ഷേപ്പ് ചെയ്യണം, ഒന്ന് കറക്റ്റ് ചെയ്യാം, ഒന്ന് ലുക്ക് ക്ലീൻ ആവാമെന്ന് വിചാരിച്ചു. രാവിലെ 11 മണിക്കാണ് അച്ഛൻ വരാമെന്ന് പറഞ്ഞത്. 11 മണിക്ക് അച്ഛൻ വരുമ്പോൾ ഒന്ന് സെറ്റപ്പായിട്ടൊന്ന് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ സമയം 10 മണി, ഞാൻ ലേറ്റാണ്. ഹോപ്പ്ഫുള്ളി ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്ട്രോവേർട്ട് മെല്ലു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ മുടി വെട്ടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നിങ്ങൾ പെർഫ്യൂം ഓഫ് ദ ഡേ കണ്ടിട്ടു. ഇന്നത്തെ പെർഫ്യൂം ഓഫ് ദ ഡേ ഞാൻ ഈ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു പെർഫ്യൂമാണ്. സീൻസാണ് പെർഫ്യൂം ഓഫ് ദ ഡേ. ഹലോ ഗൈസ്, വാട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട്? ഞാൻ ഡ്രസ്സൊക്കെ മാറി ചെറുക്കാനായിട്ടോ. ഇങ്ങനെയുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഫംഗ്ഷൻ്റെ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ബ്ലാക്ക് ബ്ലൂ സ്യൂട്ട്സ് ഒന്നും എടുക്കാത്ത എന്താണ്. ഞാൻ അതിൻ്റെ വലിയൊരു ഫാനല്ല. എനിക്ക് ഇച്ചിരി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തരുന്ന കളേഴ്സാണ്. അത്ര കോമൺ അല്ലാത്ത കളേഴ്സ് ഇല്ല, കണ്ട് പരിചയമില്ലാത്ത കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുക. സോ പെർഫ്യൂം ഓഫ് ദ ഡേ, ഇന്നത്തെ പെർഫ്യൂം ഓഫ് ദ ഡേ ഇതാണ്, ഗിവൻസി ജെന്റിൽമാൻ. ഈ പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. കാരണം പറയാം. അതിന് മുന്നേ അവരെല്ലാവരും അകത്ത് റെഡിയാവണം, ഫ്രണ്ട്സ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചാണ് പുറത്ത് വന്നൊന്ന് വീഡിയോ എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ സോറി, ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്, എന്നാലും ഇൻ കേസ് ഉണ്ടെങ്കിൽ സോറി. സോ ഗിവൻസി ജെന്റിൽമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇന്ത്യൻ സൂതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു ഡേറ്റ് നൈറ്റ് പെർഫ്യൂം അല്ല, പെണ്ണ് കാണാൻ ഭൂമി ഒന്ന് അടിച്ചുകൊണ്ട് പോയേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹു ഇസ് ഗെറ്റിംഗ് മാരിഡ് പ്രെറ്റി സൂൺ, കൺഗ്രാറ്റ്സ് മാൻ, ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവൻ്റെ റിക്വസ്റ്റാണ് ഒരു ഡേറ്റ് നൈറ്റ് പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. സോ യു ആസ്ക്, ദിസ് ഈസ് ഫോർ യു മാൻ, ഗിവൻസി ജെന്റിൽമാൻ. ബോട്ടിലൊക്കെ ഭയങ്കര ക്ലാസി ബോട്ടിലാണ്, ശരിക്കും ജെന്റിൽമാൻ ബോട്ടിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്. സോ ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ കാർഡമൻ ആൻഡ് പെപ്പർ, കാർഡമനും പെപ്പറും ആണ് ആദ്യത്തെ ടോപ്പ് നോട്ട്. പിന്നെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ലാവൻഡർ, വാനില, ലെതറിൻ്റെ നല്ല പ്രൊജക്ഷൻ ഉണ്ട് കേട്ടോ. ലെതറിൻ്റെ പ്രൊജക്ഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെയാണ് കുറച്ചുകൂടി സ്മൂത്തനിങ്, ചെറിഷ് ചെയ്യുന്ന സ്മെല്ലുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു മണമാണ്. കല്യാണം, പെണ്ണ് കാണൽ, ഉറപ്പിക്കൽ, ഡേറ്റ് നൈറ്റ്, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ പെർഫ്യൂമാണ്. നിങ്ങളുടെ ഫിയാൻസി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ബെറ്റ്. എന്തായാലും പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും യുണീക്ക് മണം എന്നൊന്നും പറയാനില്ല, കണ്ടു പരിചയമുള്ള പക്ഷെ ഭയങ്കര സമാധാനമുള്ള മണം, അങ്ങനത്തെ ഒരു സ്മെല്ല്. യെസ്, അപ്പോൾ അതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ട്, ആക്ച്വലി ഞാൻ തൊട്ട് പിന്നെ പറഞ്ഞത് മുടി വെട്ടിക്കാൻ പോകണമെന്നല്ലേ. ഞാനൊരു 10:15 മുടി വെട്ടിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ ചെന്ന് വെഞ്ചിരിപ്പ് വെച്ചത് 11 മണിക്കായിരുന്നു. സോ 10:50 അച്ഛൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ മുടി വെട്ടിച്ച് കഴിഞ്ഞില്ല, ഞാൻ അവിടുന്ന് മുടി വെട്ടിക്കാണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ വെഞ്ചിരിപ്പിൻ്റെ ഉള്ള വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവൻ്റെ മുടി വെട്ടിച്ചുള്ളല്ലോ. കാരണം അതാണ്, മുടി വെട്ടിക്കാൻ സമയം കിട്ടിയില്ല, പിന്നെ പോയിട്ടാണ് മുടി വെട്ടിച്ചത്. ബാക്ക് ടു വെഞ്ചിരിപ്പ് വീഡിയോസ്.
Be close to your servants who move and live in this house, especially Akil, Gifty, and their friends, and ask for your blessing. Be their shelter when they are at home, their companion when they are away, and their welcome guest when they return. And at last to receive them into the dwelling place you have prepared for them in your Father's house, where you live and reign forever and ever. Amen. The Lord be with you and with your spirit. May Almighty God bless you, the Father and the Son and the Holy Spirit. Amen. Very good house. Beautiful rooms, everything is neat and clean. Thank you. Good. So congratulations to both of you. അപ്പോ ഈ പരിപാടി നമ്മള് വിചാരിച്ച സമയത്ത് നമ്മൾ ഏകദേശം ഒരു 35 പേര് വരും നമ്മള് ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിപ്പോ കുറഞ്ഞ് ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ? 12 പേര് വന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് പ്ലസ് ടു വരും, അലോഷി നിമോളും വരും. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് പേഴ്സണലി മനസ്സിനുള്ളിൽ നിന്ന് പറയാം, ഓരോരുത്തർ വിളിച്ചിട്ട് നോക്കാടാ ശ്രമിക്കാടാ എന്ന് പറയുമ്പോ നമുക്ക് പിന്നെയും സങ്കടം. നമ്മൾ ഇത്രയും വലിയൊരു കാര്യം നേടിയെടുത്തപ്പോ എല്ലാരും കൂടി ഉണ്ടാവണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് അരിഞ്ചാട്ടിനെങ്കിലും ഇവിടെ വരും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറയാനുണ്ടെങ്കിൽ അതെ ഞാനിപ്പോ ഏകദേശം ഗിഫ്റ്റിനെയും അക്കുവിനെയും പരിചയപ്പെട്ട് ഏകദേശം 4 വർഷം 2020 സമ്മർ 3 വർഷം നമ്മള് ഒരു ഒന്നിച്ച് താമസിച്ചിട്ടില്ല. ഞാൻ മൂവ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് മൂവ് ചെയ്ത വാർഡാണ്. പിന്നെ നമ്മൾ ഒരുപാട് മീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയം കൂടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, വിത്തിൻ 3 ഇയേഴ്സില് പുതിയ വീട് വാങ്ങാൻ പറ്റി, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റി. എന്താ പറയാ, തുടർന്നു ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന്. ക്ലീശ ഒന്നും പറഞ്ഞില്ല. പണ്ട് ആ തുറക്ക അക്കുമാനെ കണ്ട സമയം അക്കുമാൻ എങ്ങനെയായിരുന്നു, ഇപ്പൊ അക്കുമാന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പണ്ട് അക്കുമാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മള് 2018 ഡിസംബർ 28 ദിവസം ഞാൻ കുറെ പുഷ് ചെയ്ത് 28 ഒന്ന് മാറ്റി കിട്ടാനായിട്ട്. പക്ഷെ എന്ത് മാറ്റാത്തതിന്റെ അർത്ഥം പുള്ളി കറക്റ്റ് ഇപ്പൊ 6 ഇന്ന് 6 അപ്പൊ അതായിരുന്നു പുള്ളിയുടെ പ്ലാൻ. ഓക്കെ, അപ്പൊ 28 നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് തന്നെ. പിന്നെ പരിചയപ്പെട്ടത് ബസ്സിൽ വെച്ചാണ്. അതായത് നമ്മള് ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മനസ്സിലാക്കി ദൈവം 2 സബ്ജക്ട് കൂടി ഉണ്ട്. മൂഞ്ചി തെറ്റി 5ാമത്തെ സെമസ്റ്റർ വെറുതെ സെമസ്റ്റർ ഷോക്ക് അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തിരിച്ചുകൊണ്ട് താമസിക്കണേ. അന്ന് തിരിച്ചു വരുന്ന സമയത്ത് കലവിലാന്ന് കൊണ്ട് ബസ്സിൽ കിടന്നുകൊണ്ട് മലയാളത്തില് ദൈവം നമ്മളെ സൈഡില് നീങ്ങിയിരിക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗിഫ്റ്റിനെ കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ബേക്കറിൽ വന്നു ജോലിക്ക് വേണ്ടി. അപ്പൊ ചോദിച്ചു, അപ്പൊ ഗിഫ്റ്റ് എനിക്കറിയാം, അക്കുനെ അറിയാൻ ഗിഫ്റ്റ് അത് അറിയില്ലായിരുന്നു. പക്ഷെ ജോലിക്ക് വേണ്ടി ചോദിച്ചു, രണ്ടുപേരും വന്നു. അതിന് നമ്മള് നല്ലൊരു അടിപൊളിയായി പറഞ്ഞ ഒരു അടിപൊളിയായിട്ട് ഒരു 3 വർഷം അവിടെ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ അക്കുവനെ പുഷ് ചെയ്ത് ഞാൻ ഈ ഒരു കരിയറിലേക്ക് വിട്ടു. അക്കുമ പിന്നെ അറിയാലോ സിനിമ ആ ഒരു സെറ്റപ്പിലേക്ക് പോകാൻ പൊട്ടിക്കല്ല മടിയാക്കി പോവാണ്, PR ഇട്ട് കഴിഞ്ഞ് ഞാൻ പോവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് ഇരുന്നത്. ഇനി ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
പക്ഷെ ഈ ഒരു പോയി നല്ലൊരു എന്താ പറയാ വിതിൻ ആ ഒരു 1 year നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തു. എന്താ പറയാ രണ്ടുപേരും ഒബ്വിയസ്ലി രണ്ടുപേരും നന്നായിട്ട് കാര്യങ്ങൾ നീക്കി. ഗിഫ്റ്റി ആയാലും ഇപ്പൊ ഇവിടെ നല്ലൊരു എമൗണ്ട്, നല്ല ജോലി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവൾ അവളുടേതായിട്ടുള്ള കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന യൂട്യൂബും അക്കമ്മ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യൂട്യൂബ് അവന്റെ അവിടെ നിന്ന് വരുന്നത് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഗിഫ്റ്റ് ആയാലും എല്ലാം തുടങ്ങി, ഇതെല്ലാം സക്സസ്ഫുൾ ആവട്ടെ. ഇതൊക്കെ എന്റെ ഒരു എന്താ പറയാ അച്ചീവ്മെന്റ്സ് പറഞ്ഞ പോലെ അച്ചീവ്മെന്റ്സ് ഒക്കെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു എന്താ പറയാ സ്വന്തം കാശ് കൊടുത്ത് നമ്മുടെ ഒരു സാധനം മേടിച്ചാലും അതെല്ലാം അച്ചീവ്മെന്റ് ആണ്. നമ്മളെ ചെറിയൊരു കാര്യമായാലും ഇതിപ്പോ നീ നല്ലൊരു ലെവലിലേക്ക് എത്തി. ഇനി അത് കൂടുതൽ എന്താ പറയാ രണ്ടുപേരും പടർന്ന് തന്നിരിക്കട്ടെ, ഒരു ശൃംഖലയായി മാറട്ടെ, രണ്ടുപേരും യൂട്യൂബേഴ്സ് ആയി മാറട്ടെ. എല്ലാ ആശംസകളും, കൺഗ്രാചുലേഷൻസ്. അപ്പൊ അടുത്ത് നമുക്ക് ഗെയിംസിലോട്ട് കടന്നാലോ? അധികം ഒന്നുമില്ല, ജസ്റ്റ് രണ്ട് ഗെയിംസ്, 2-3 ഗെയിംസ്. പശുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പശുവായിട്ട് ഒരു ബന്ധമില്ല. ഞാനും ഗോഡ്ഫ്രീ ഇന്ന് ഫ്ലൈറ്റ് പോയപ്പോ ഒരു പശു അപ്പുറത്തേക്കൂടെ പറന്നോളൂ. പശുവിനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പശു നീ എങ്ങനെ പോണേന്ന് ചോദിച്ചപ്പോ പശുവിന്റെ അടുത്ത് പശു എന്നോട് പറയാം റേഷൻ കടയിൽ കടല വാങ്ങാൻ പോകുന്നത്. റേഷൻ കട ചെന്നിട്ട് ഞങ്ങൾ ഞാനും പശു കൂടെ കടല വാങ്ങാൻ പോയി കഴിഞ്ഞാൽ റേഷൻ കടയിൽ ചേട്ടൻ പറഞ്ഞു പശുവിന് ഇവിടെ കടല കൊടുക്കാൻ പറ്റില്ല. കടലയും പശുവും തമ്മിൽ അടി. ഇങ്ങനത്തെ ഒരു റാൻഡംലി, അതായത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാം പശുവായിട്ട് റിലേറ്റഡ്. അങ്ങനെ പശുവിനല്ല തരുന്ന ടോപ്പിക് വെച്ച് ഐ മീൻ തരുന്ന ടോപ്പിക് എന്താ? എന്താ പറയാ ചോറ് വെച്ചിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മളെ കാസർഗോഡ് സ്റ്റീലിന്റെ ഐഫിൽ ടവർ ഉണ്ടാക്കുന്നത് ഭയങ്കര. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത് ഞാൻ പക്കാർ ഉപ്പാനോട് പോയി മമ്മദിനോട് ചോദിച്ചു, മമ്മതെ നമുക്ക് കുറച്ച് സ്റ്റീൽ വേണം, ഐഫിൽ ടവർ ഉണ്ടാകും. ഉപ്പ മമ്മദ് പറഞ്ഞു പോയി അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു. ഞാനെൻ്റെ ആകെ ഡൗട്ട്ഫുൾ ആയിട്ട് അറ്റ്ലാന്റിക് ഇന്ത്യൻ ഓഷ്യനൊക്കെ നീന്തി വാഷിങ്ടണിൽ എടുത്തിട്ട് അമേരിക്കൻ പ്രസിഡന്റ് റൂമിൽ പോകുമ്പോഴത്തേക്കാരാ നമ്മുടെ നാട്ടിൽ മീൻ കൊണ്ടിരുന്ന ഉസ്മാൻ. ഇങ്ങനത്തെ ഇവിടെ ഇന്ന് ആടെ മീനും കിട്ടിയിട്ട് മത്തി വിട്ട് നടക്കുന്നുണ്ടായില്ല. അപ്പൊ മൂപ്പരൊക്കെ മീന് വരാൻ പോകുന്ന സമയത്ത് കൊട്ടയിൽ ഫുള്ള് സ്റ്റീൽ വെക്കും. ആ സ്റ്റീൽ ഫുള്ള് മറിച്ചിട്ട് മൂപ്പര് അമേരിക്കൻ പ്രസിഡന്റ് മൂപ്പര് ഒരു 5-6 കിലോ സ്റ്റീലുണ്ട് അമേരിക്കയിൽ. അങ്ങനെ സ്റ്റീലെടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട്, മൂപ്പര് ഉപ്പാവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇങ്ങനെ ഉപ്പ ചോദിക്കുമ്പോൾ സ്റ്റീൽ കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു മൂപ്പരോട് ഇങ്ങനെ എങ്ങനെ സ്റ്റീലും ഉപ്പാവും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ മൂപ്പര് അറിഞ്ഞത്. മൂപ്പര് പണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷക്ക് പോയിട്ടാകുമ്പോൾ മൂപ്പര പരീക്ഷ ഉപ്പാലും അങ്ങനെയാണ് മൂപ്പര് വിദ്യാഭ്യാസം കിട്ടുന്നത്. അങ്ങനെ സ്റ്റീലും കാസർഗോഡ് വന്നിട്ട് സ്റ്റീലിനും കൊണ്ട് ഒരു ഐഫിൽ ടവർ 1500 അടി ഐഫിൽ ടവർ ഉണ്ടാക്കി. ഐഫിൽ ടവർ ഉണ്ടാക്കിയിട്ട് അവസാനം അറിയുന്നത് ആണി കിട്ടിയില്ല. ആണി ചോദിക്കുമ്പോൾ സ്റ്റീലിന്റെ ആണി തന്നെ വേണം, സ്റ്റീലിന്റെ ആണി തന്നെ വേണമെന്ന് പറയും. ഞാൻ സ്റ്റീൽ ഇങ്ങനെ തപ്പി നടന്നിട്ട് വീണ്ടും ഉപ്പാനോട് ഉപ്പ ഏതെങ്കിലും രാജ്യത്ത് സ്റ്റീലിന്റെ കണക്ഷനിൽ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഉപ്പ പറഞ്ഞു മോനെ ഇല്ല, സ്റ്റീൽ വേണമെങ്കിൽ കടലിൽ പോയി മീൻ തപ്പേണ്ട ഒരു ഉസ്മാനെ കിട്ടിയ പോലെ സ്റ്റീൽ കിട്ടുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് മാവിലക്കടപ്പ ഹാർബറിൽ പോയിട്ട് മീൻ വരുന്നത്. മീൻ വാരി കിട്ടാൻ വേണ്ടി ഒരു ബോക്സ് 2-3 ബോക്സ് വാരിയിട്ട് സ്റ്റീലൊന്നും ഇല്ല. അവസാനത്തെ ഒരു ബോട്ടിൽ നിന്ന് മത്തിന്റെ സാധനം മറക്കുമ്പോഴത്തേക്കാണ് അതിൽ ഫുൾ സ്റ്റീൽ. അങ്ങനെ ആ ആനീനെ കൊണ്ട് ഞാൻ ഐഫിൽ ടവർ ഉണ്ടാക്കി. ബിരിയാണി അപ്പൊ ഈ ആണികളൊക്കെ കിട്ടിയപ്പോ ഇതിലേറ്റവും കൂടുതൽ ഇന്ന് ഞാൻ അടുത്താണ് ഈ ബിരിയാണി. ബിരിയാണി ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, പറഞ്ഞതിൽ വെച്ച് വെയിറ്റ് ഉണ്ട്. ബിരിയാണിയും കൊണ്ട് ഞാൻ നടക്കുക. എന്നിട്ട് എത്തിയത് പോസ്റ്റ് ഓഫീസിൽ ഇതുമ്പോ സ്റ്റാമ്പ് അടിക്കണം. ഞാനിങ്ങനെ രാവിലെ കുളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എന്നാ പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് കുളത്തിൽ പോയി കുളിക്കാം എന്നുള്ളൊരു പ്ലാനിൽ പോയത്. ഇങ്ങനെ പോയി കുളത്തിന്റെ അവിടെ എത്തി. ഇപ്പൊ അവിടെ ഒരു ടാബ്ലറ്റ് ഇരിക്കണം. ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ ദേ വന്നു ബ്രോക്കോളി ഭഗവാൻ. പൊന്തി ബ്രോക്കോളി ഭഗവാൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ ടാബ്ലറ്റ് ഒക്കെ ആയിട്ട് ഈ രാവിലെ തന്നെ? 7 വോട്ടുകളോടെ This is not real എന്ന ഗെയിം വിജയിച്ചിരിക്കുന്നത് ജാഫ്രിക്ക. ഇറ്റ്സ് നോട്ട് റിയൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രഷർ ഹണ്ടിൽ പോയിട്ടോ. കുറേ പാട്ടുകൾ എഴുതി പല സ്ഥലത്ത് ഡിസോർട്ടഡ് ആയിട്ട് വെച്ചിരുന്നു. വീട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ബെസ്റ്റ് ചാൻസ് ആയിരുന്നു.
എടാ താഴത്തേക്ക് പോയി എന്നുള്ള അറിയില്ല. ജോസിനത് കാണാനില്ല. ബെഡ്റൂമിൽ ഒന്നും ഉണ്ടാവില്ല, ബെഡിങ്സിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഞാൻ കണ്ടുട്ട് ബാക്കി പാട്ടൊന്ന് പാടാൻ അറിയുള്ള പാട്ടൊന്ന് പാടാൻ ഫോട്ടോ തരുമ്പോ പൈസ തരണം. പറയണ്ട എന്നും പറ്റുണ്ടി ഗപ്പിട്ടുണ്ട് ഗപ്പിയുണ്ട് ഗപ്പി പറയാൻ പറ്റില്ല ഇവര് എന്ത് അടിയിലാണ്. സത്യം പറ, ഒരു ക്ലൂ നോക്കണമെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇമ്പോസിബിൾ. അത് കൊടുത്ത ജയിക്കണ്ട. ചെടീന്ന് മറിച്ചിടരുത്. നിങ്ങളപ്പോ ഈ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്തു, മുക്കും മൂലയും പോയി തപ്പി നടന്നു അല്ലേ? അടുത്തതായിട്ടുള്ളത് Q&A ആണ്. ഇവിടെ ഞാൻ 11 ക്വസ്റ്റ്യൻസ് ചോദിക്കും വീടുമായി ബന്ധപ്പെട്ടത്. നിങ്ങളെ പരിധി നടന്ന സ്ഥലങ്ങളും എല്ലാം. ഇതാണ് ലാസ്റ്റ് റൗണ്ട്. അപ്പൊ സെക്കൻഡ് ബെഡ്റൂമില് സെക്കൻഡ് ബെഡ്റൂമില് ആരെണീക്കരുത്. സെക്കൻഡ് ബെഡ്റൂം അത് കുഞ്ഞു ബെഡ്റൂം, മറ്റേ മാസ്റ്റർ ബെഡ്റൂം, മറ്റേ സെക്കൻഡ് കുഞ്ഞു ബെഡ്റൂം. ബെഡ്റൂം. ആ ഇത് 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ ഒരു സെന്ററിലുള്ള ബൾബിന്റെ ഗ്ലോബ് ഉണ്ട്, സ്പിയർ കവേർഡ്. അതിന്റെ പ്രിന്റ് എന്തായിരുന്നു? അതൊരു ഡിസൈൻ അല്ല, print ഉണ്ട്. ഓറഞ്ച് അല്ല. പറഞ്ഞു കൈ കൈ പൊക്കിയിട്ട് ഉത്തരം പറയാ. ഓക്കെ, ഒരാളെ വന്നിട്ട് സ്ട്രിങ്സ് കൊണ്ടാണ് ചെയ്തേക്കണേ. അതും ഒരു പാറ്റേൺ ഉണ്ട്. പ്രിന്റ് ഉണ്ട്. ബാക്ക് ചെയ്യാം. ഹലോ പ്രിന്റ് ഞാൻ കളറാണ് ഉദ്ദേശിച്ചത്. ചോദ്യം നമ്പർ 2. ഇതേ റൂമില് സെന്ററിൽ ഒരു കാർപ്പറ്റ് ഇട്ടുണ്ടായിരുന്നു. അതിന്റെ പാറ്റേൺ പാറ്റേൺ ആൻഡ് കളർ. ചതുരം ഗ്രീൻ ആൻഡ് വൈറ്റ്. ചതുരം മീൻസ് ഇംഗ്ലീഷിൽ പറ. സ്ക്വയർ. സ്ക്വയർ. ഓക്കെ, സ്ക്വയറിനെ ഫിക്സ് ചെയ്തില്ലേ? ഓക്കെ, ചതുരം അല്ല സ്ട്രൈപ്സ് അല്ല, പക്ഷെ കുറച്ചുകൂടെ റിസംബ്ലൻസ് ചതുരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൈ പൊക്കുന്നു നോക്കട്ടെ. അതെ, കൈ മുന്നിൽ നോക്കുന്ന ആൾക്കും ഡിസ്ക്വാളിഫിക്കേഷൻ. മാസ്റ്റർ ബെഡ്റൂമിന്റെ കർട്ടന്റെ കളർ. കൈ പൊക്കിട്ട് റോഷി, രണ്ടാമത് ജാഫ്രിന്റെ, മൂന്നാമത് നിമോ, നാലാമത് ഗ്രേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസ്മെന്റില് മൊത്തം എത്ര ഡോർ ഉണ്ട്? മൊത്തം എല്ലാ ഡോറും ചിന്തിച്ചോ. ആദ്യം അമലു കൈവക്കി, ജാഫ്രട്ടൻ കൈവക്കി, നിമോ, ദെൻ അലോഷി, ആദന ചേച്ചി, നീന,
ആഷ്ലി മേബി ഒരു കാര്യം ചെയ്യാം. നിങ്ങള് 3 പേര് ആഷ്ലി, ആദിത്യേച്ചി, എലിസൺ ഒരു പേപ്പർ തലമുടിക്ക് ഡോറിട്ട് എഴുതും. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൺക്ലൂഷനിലോ എന്ന് മനസ്സിലാക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി നമ്മളെല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. തലേ ദിവസം ഉറക്കം ഒട്ടും ശരിയായിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ ആ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒരു കൺക്ലൂഷൻ എടുക്കാനുള്ള എനർജിയോ അല്ലെങ്കിൽ ഒരു മൂഡൊന്നും ഉണ്ടായില്ല. Q&Aയിൽ ജയിച്ചത് ആമലും എനിക്ക് തോന്നുന്നു ട്രഷർ ഹണ്ടിൽ ജയിച്ചത് ആദര ചേച്ചിയാണെന്ന് തോന്നുന്നു. കൺഗ്രാറ്റ്സ് ടു ഗൈസ്. പിന്നെ എന്തെന്നായിരുന്നു, നമ്മൾ ഫുഡ് കഴിച്ചു, എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പോയി. ദാറ്റ്സ് ഓൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കണം. ഒപ്പീനിയൻസ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ് എക്സ്ട്രോവേർട്ട് മല്ലു. കഴിഞ്ഞ